ഹേ ഗൈസ്, അപ്പോൾ ഭക്തിസാന്ദ്രമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും പ്രണവും കൂടി ഇതേ കൊട്ടിയൂരോട്ട് പോവാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, സോറി, ബാക്കിയുള്ളവരും ഉണ്ട്. ഞാൻ വഴി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വിട്ടു കേട്ടോ. അതേ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ നിർത്തി എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അമ്പലത്തിൻ്റെ കുറേ കിലോമീറ്റർ പിറകിൽ നിന്ന് ഞങ്ങൾക്ക് ബ്ലോക്ക് അനുഭവപ്പെട്ടു. ഇതേ ആ ബ്ലോക്കിൽ പ്രണവ് എന്തൊക്കെയോ കാണിച്ചു വിട്ടുന്നുണ്ട്. ഇതേ അപ്പോൾ ഈ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ വണ്ടി ഞങ്ങൾ കുറേ പിറകിൽ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കയറേണ്ട ക്ഷേത്രം അക്കര ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ അക്കര ഇക്കര എന്ന് പറഞ്ഞിട്ട് 2 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിതേ അകത്തോട്ട് കയറി അകത്തോട്ട് നടക്കുകയാണ്. ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. കുറേ ഐതിഹ്യങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നാണ് എൻ്റെ ഈ നെറ്റി കാണുന്ന ചന്ദനം. അതെങ്ങനെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേ അപ്പോൾ നേരത്തെ കണ്ട പുഴയില്ലേ, ഇതേ ആ പുഴേൻ്റെ സൈഡിൽ നിന്ന് ഒരു കല്ലെടുത്ത് നമ്മൾ വേറൊരു കല്ലിൽ ഉരക്കുക. അങ്ങനെയാണ് ഇവിടെ ചന്ദനം കിട്ടാറ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പകർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ അറിയുന്നുണ്ട് ആൾക്കാരുണ്ടാവാം, അതുകൊണ്ട് ക്ഷമിക്കുക. തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞത് കുറേ തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാണ്. അവിടുന്ന് ഷർട്ട് അയച്ച് ഞങ്ങൾ നടക്കുകയാണ്. ഈ നടക്കുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചെരുപ്പയച്ച് കടന്നത് വളരെ കുറച്ചല്ലേ. അതിലൊരുത്തനായിരുന്നു പോണത്, കൃപേഷ് ചേട്ടൻ്റെ കാല് വേദന എടുത്ത പുള്ളിക്ക് വയ്യ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞൊരു അടിപൊളിയാണ് കേട്ടോ. വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട് ആ അറ്റ്മോസ്ഫിയർ അടിപൊളി. നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഇവിടെ ഈ ഉത്സവ സമയത്ത് മാത്രമാണ് അത്രേ ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടാക്കാറ്, ഈ കോവിലും പിന്നെ ഇതൊക്കെ. പിന്നെ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, 2 ആന ഉണ്ടായിരുന്നു. അതെ, ഒരുത്തൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നിലൊരു ഐതിഹ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ അവിടുന്ന് പുഴയിൽ മുങ്ങിയിട്ട് എടുത്ത കല്ലിതേ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടേ വെക്കുക. ഞാനും പിന്നെ ആരോ പറക്കി വെച്ച കല്ലെടുത്ത് ഞാനും അതിൽ വീഡിയോക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ. അവിടുന്ന് പിന്നെ കുറേ ഉണ്ട് കേട്ടോ. കുറേ അവിടെയുള്ള എല്ലാ മരത്തിൻ്റെ ചോട്ടിലും ഇതേപോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചന്തയിലോട്ട് പോയി. ചന്തയിൽ പിന്നെ കറങ്ങണമല്ലോ. ഞാനും പറഞ്ഞാൽ വെറുതെ പട്ടി ഷോക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ച് നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ബാക്കിലേക്ക് പ്രവേശേട്ടൻ എന്തൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചന്തയിലൊക്കെ കയറി. ഇതാണ് കേട്ടോ അവിടെ മെയിൻ ഹൈലൈറ്റ്സ് സാധനം, ഓടപ്പൂ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിവിടെ മാത്രമേ വളരുള്ളൂ, ഇവിടെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇവിടെയാണ് ഇത് ഉണ്ടാക്കണ ആൾക്കാർ. ഞാൻ അതിലൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോക്ക്. അപ്പോൾ അക്കര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇക്കര ക്ഷേത്രത്തിലും കയറി വന്ന്. അപ്പോൾ ഒരു വീഡിയോ പറയാൻ വേണ്ടി നോക്കുക. അപ്പോൾ അനൗൺസ്മെൻറ്റ് കാരണം സമ്മതിക്കണല്ലോ. മരണ പോസ്റ്റായി വച്ചാനേ, മരണ പോസ്റ്റ്. പോസ്റ്റ് അടിച്ചിരിക്കുന്ന നെക്സ്റ്റ് 9 മണിക്ക് നമ്മൾ തോത് വന്നു. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂടെയുള്ളവർ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും വന്ന് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ചേച്ചിനൊപ്പം നമ്മൾ പാട്ടൊക്കെ പാടിച്ചിട്ടാണ്. പിന്നെ തിരിച്ച് നാട്ടിലെത്തുന്നവരെ ഡാൻസും കൂത്തും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.